പി ജയചന്ദ്രൻ മലയാളിയുടെ എക്കാലത്തേക്കുമുള്ള ഭാവഗായകനാണ്. 6 പതിറ്റാണ്ടിലേറെയായി മലയാളി പ്രണയിച്ചതും വിരഹത്താൽ വിതുമ്പിയതും ഈ ശബ്ദത്തിനൊപ്പമാണ്. ഒന്നിനി ശ്രുതി താഴ്ത്തു എന്ന താരാട്ട് മുതൽ സ്മൃതിതൻ ചിറകിലേറി മറയുന്നതുവരെയുള്ള മലയാളിയുടെ പൂർണ്ണ ജീവിതചക്രം പാടിവെച്ചാണ് ആ മഹാപ്രതിഭ വിടവാങ്ങുന്നത്. ശരദിന്ദു മലർദീപനാളം നീട്ടി സുരഭിലയാമങ്ങൾ ശ്രുതിമീട്ടി. ഈ ഗാനത്തിലെ വാക്കുകളെക്കുറിച്ചുള്ള ചോദ്യത്തിന് ONV പറഞ്ഞ ഒരു ഉത്തരമുണ്ട്. ഈണമിട്ട MB ശ്രീനിവാസനോ കേട്ടുറങ്ങുന്ന പല സഹസ്രം മലയാളികൾക്കോ ഈ വാക്കുകളുടെ അർത്ഥം അറിയണമെന്നില്ല. പക്ഷേ ജയചന്ദ്രൻ അവരെയെല്ലാം ശരത്കാല ചന്ദ്രൻ നിലാവിന്റെ നാളം നീട്ടുന്ന സുരഭിലയാമങ്ങളിൽ എത്തിച്ചു കഴിഞ്ഞു. ഇനി അർത്ഥം പറഞ്ഞു കൊടുക്കുന്നത് എന്തിന് എന്നായിരുന്നു ONVയുടെ ചോദ്യം. കവിയുടെ വരികളും സംഗീതകാരന്റെ ഈണവും കേൾക്കുന്നവരിലേക്ക് എത്തിച്ച തങ്കത്തോണി എന്ന് വിളിക്കാം പി ജയചന്ദ്രന്റെ ശബ്ദത്തെ. ഒന്നിനി ശ്രുതി താഴ്ത്തോ എന്ന് തൊട്ടിലിൽ കിടന്നു കേട്ട ആ ശബ്ദമാണ് കൗമാരത്തിൽ മണ്ണിൽ കാശിത്തുമ്പകളെ കാണിച്ചു തന്നത്. പൂവേ പൂവേ പാലപ്പൂവിലും മലർവാക കൊമ്പത്തുമെല്ലാം ആ ശബ്ദമാണ് പോന്നുള്ളാൻ കൂടെ പോന്നത്. നീയൊരു പുഴയായി എന്നു കഴിഞ്ഞ ശബ്ദം കൊണ്ട് കിട്ടുന്ന ആ തഴുകൽ മറ്റാർക്കാണ് നൽകാൻ കഴിയുക? എന്തേയൊന്നും മിണ്ടിയില്ല എന്ന് ചോദിക്കാനും ഒന്ന് തൊടാനുള്ളിൽ മോഹം തോന്നാനും പറ്റിയ വേറെ ഏത് ശബ്ദമുണ്ട് മലയാളത്തിൽ? പാടാൻ പി ജയചന്ദ്രൻ എന്ന പ്രിയ ജയചന്ദ്രൻ ഇല്ലാതിരുന്നെങ്കിൽ കരിമുകിൽ കാട്ടിലെ രജനിതൻ വീട്ടിലെ കനകാംബരങ്ങൾ എന്നും വാടി നിൽക്കുമായിരുന്നു. മറന്നിട്ടും എന്തിനോ വരുന്ന ഓർമ്മകൾക്ക് ആര് ഭാവം നൽകുമായിരുന്നു? മലയാള ഭാഷയ്ക്ക് കിട്ടിയ സ്വരസൗഭാഗ്യത്തെ വിളിക്കാം പി ജയചന്ദ്രൻ എന്ന്. തൃപ്പൂണിത്തുറ രവിവർമ്മ കൊച്ചിനിയൻ തമ്പുരാന്റെയും സുഭദ്ര കുഞ്ഞുമ്മയുടെയും മകൻ. ജനിച്ചത് 1944 മാർച്ച് 3 എറണാകുളം രവിപുരത്ത്. വളർന്നത് ഇരിഞ്ഞാലക്കുടയിൽ. പഠനം നാഷണൽ സ്കൂളിൽ. 1958 2ാം സംസ്ഥാന സ്കൂൾ യുവജനോത്സവം നാടിനു നൽകിയ 2 മഹാപ്രതിഭകളിൽ ഒരാൾ. 1 ഗന്ധർവ ശബ്ദമായ യേശുദാസ്, 2 താളവും രാഗവുമായി പാലിയത്ത് ജയചന്ദ്രൻ. 1965 കുഞ്ഞാലിമരക്കാറിൽ മുല്ലപ്പൂമാലയുമായി എന്ന ആദ്യ ഗാനം. പിന്നെ കളിത്തോഴനിലൂടെ മലയാളം മുങ്ങിത്തോർത്തി ഈറൻ മാറ്റി വന്ന ആ ഗാനം മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി. ജി ദേവരാജൻ, പി ജയചന്ദ്രൻ. അത് ശ്രുതിയും സ്വരവും പോലെ മലയാളികളിലേക്ക് ലയിച്ചിറങ്ങി. അങ്ങനെ രൂപവതിയുടെ രുചിരാധരം ഒരു രാഗപുഷ്പമായി വിടർന്നു. മല്ലികാബാണൻ തൻ്റെ വില്ലെടുത്തു. ഇന്ദുമുഖിയും ഇഷ്ടപ്രാണേശ്വരിയും ഇറങ്ങി വന്നു. മലയാള ഭാഷതൻ മാതകഭംഗി മലർമന്ദഹാസമായി വിരിഞ്ഞു. MS വിശ്വനാഥന് രാജീവനയനെ പാടിക്കാൻ മറ്റൊരു ശബ്ദവും ഇണങ്ങില്ലായിരുന്നു. രാഗം ശ്രീരാഗം, മണിമുകിലാടകൾ. ആ ശബ്ദത്തിലല്ലാതെ വേറെങ്ങനെയാണ് പൊന്നുഷസെന്നും നീരാടുവാൻ വരുന്നത്? 1985 ദേശീയ പുരസ്കാരം, 5 തവണ സംസ്ഥാന പുരസ്കാരം. പണിതീരാത്ത വീടിലെ സുപ്രഭാതത്തിനായിരുന്നു ആദ്യ സംസ്ഥാന പുരസ്കാരം. 1994 കിഴക്ക് ചീമയിലൂടെ തമിഴ്നാട് സർക്കാർ പുരസ്കാരം. 1997 തമിഴ്നാടിന്റെ കലൈമാമണി പുരസ്കാരം. അൽക്കായ അഗ്നിക്കൊപ്പം AR റഹ്മാന്റെ സംഗീതത്തിൽ വന്ന ഇക്കാലത്തെയും മികച്ച ഹിന്ദി ഗാനങ്ങളിലൊന്ന് മിലോ വഹാം വഹാം. കന്നത്തിൽ മുത്തമിട്ടാൽ എന്ന് വേറെ ഏത് ശബ്ദത്തിൽ പാടിച്ചാലും റഹ്മാനും കേൾക്കുന്നവർക്കും തൃപ്തിയാകുമോ? രാസാത്യുന്നയും കാത്തിരുന്നുവും ഇളയരാജയ്ക്ക് വേറൊരു ശബ്ദത്തിൽ പാടിക്കാൻ കഴിയുമായിരുന്നു. പൊട്ടിത്തെറിച്ചു, പിണങ്ങി, ചിലപ്പോൾ കൊച്ചുകുട്ടികളെപ്പോലെ പരിഭവിച്ചു. കത്തിക്കയറുന്ന ദേഷ്യത്തിലും മൈക്കിന് മുന്നിലെത്തിയാൽ താരാട്ടും പ്രണയവും ഒഴുകി. ഹർഷബാഷ്പം തൂകാൻ വേറൊരു ശബ്ദവും ഇണങ്ങുമായിരുന്നില്ല. യദുകുല രതിദേവൻ എവിടെയെന്ന് ആ ശബ്ദം ഇനി എന്നും ചോദിച്ചുകൊണ്ടേയിരിക്കും. ജയചന്ദ്രൻ എവിടെയും പോകുന്നില്ല. സ്മൃതിതൻ ചിറകിലേറി ഈ മലയാള ഗ്രാമഭൂവിൽ എന്നും ഉണ്ടാകും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.